കുന്നുപോലെ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് പൊട്ടിയൊലിച്ച് അപകടമുണ്ടാവുമോ എന്ന ആശങ്കയിൽ ഒരു കൂട്ടം ജനങ്ങൾ. പാലക്കാട്, ഷൊർണൂർ, കണയം, കല്ലുരുട്ടിയിലെ ജനങ്ങളാണ് മഴ പെയ്യുമ്പോൾ ഭീതിയിൽ കഴിയുന്നത്. പ്രദേശത്തെ ക്വാറിയിലാണ് മണ്ണ് കുന്നുപോലെ കൂട്ടിയിട്ടിരിക്കുന്നത്. കണയം പ്രദേശത്ത് പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറിയും ഇവിടെ കൂട്ടിയിട്ട ടൺ കണക്കിന് മൺകൂനിയുമാണ് ഒരു കൂട്ടം ജനങ്ങളുടെ ജീവിതത്തെ ഭീതിയിലാക്കിയിരിക്കുന്നത്. ശക്തമായി മഴ പെയ്താൽ മൺകൂനയിൽ നിന്നും മണ്ണും ചെളിവെള്ളവുമെല്ലാം സമീപത്തെ വീടുകളിലേക്ക് എത്തുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ ദിവസം അനുമതിയില്ലാതെ സ്ഥലത്ത് പാറ പൊട്ടിക്കുകയും നാട്ടുകാർ ആരോപണമുന്നയിച്ചതോടെ പോലീസ് എത്തി താൽക്കാലികമായി പാറ പൊട്ടിക്കുന്നത് നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇപ്പൊ ഇത്രയും സ്ഥലം ഇവിടെ വിപുലീകരിച്ച് ഭയാനകമായ രീതിയിൽ തന്നെയാണ് മണ്ണ് കൊണ്ടേ കൂട്ടിയിട്ടുള്ളതും അതേപോലെ പെർമിഷൻ ഇല്ലാത്ത സ്ഥലത്ത് കൂടെ പൊട്ടിക്കുന്നതും. ഇതിനൊക്കെ അധികാരികൾ എങ്ങനെയാണ് പെർമിഷൻ കൊടുത്തത് എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയുന്നില്ല. പക്ഷെ ഇവിടുത്തെ ഭരണാധികാരികള് ജനങ്ങളോടൊപ്പം കാണാനില്ല. ഈ 2ാം വാർഡിലെ ജനങ്ങളെ കൊന്നിട്ട് പിന്നെ വേണോ ഇത് എന്നുള്ളതാണ് ഈ കോറി പ്രവർത്തനം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കോറിയിൽ പാറ പൊട്ടിക്കുന്നത് മൂലം പ്രദേശത്തെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതായും നാട്ടുകാർക്ക് പരാതിയുണ്ട്. ഇതിനോടകം 30-ലധികം പരാതികളാണ് കോറിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. അത്രയും വലിയ കോറിയും ഒരുപാട് മണ്ണും കൂട്ടി കിടക്കുകയാണ്. ഞങ്ങളുടെ വീടുകളാണെങ്കിൽ എല്ലാ ചുമരുകളും ഒരു ചുമര് ബാക്കിയില്ല എന്നുള്ളതാണ്. എല്ലാ ചുമരുകളും വിളിച്ച വന്നിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് അതിൽ താമസിക്കാൻ തന്നെ ഞങ്ങൾക്ക് പേടിയാണ്. ഇപ്പോ കരിങ്കൽ ക്വാറി പ്രവർത്തിക്കുന്നതിലൂടെ സമീപത്തെ വീടുകൾക്കുണ്ടായ കേടുപാടുകൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് സെക്രട്ടറി നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും പിന്നീട് നടപടികൾ മെല്ലെപ്പോക്കായി. കണയം, കല്ലുരുട്ടി പ്രദേശത്ത് മാത്രം 100-ലധികം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് പ്രദേശത്ത് കരിങ്കൽ ക്വാറി പ്രവർത്തിച്ചിരുന്നെങ്കിലും നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പ്രവർത്തനം നിർത്തിയിരുന്നു. പിന്നീട് 2 വർഷം മുൻപാണ് പ്രദേശത്തെ 20 ഏക്കർ സ്ഥലത്ത് ക്വാറിയുടെ പ്രവർത്തനം ആരംഭിച്ചത്. ഈ നാട്ടുകാരെ മുഴുവൻ ആശങ്കയിലാക്കിയിട്ടുണ്ട്, ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ വന്നപ്പോൾ ഇവിടെ ചെറിയൊരു ക്വാറിയാണ്. ഇവിടെ ഒരു ക്വാറി മുന്നേ ഉണ്ടായിരുന്നതാണ്. അത് ജനകീയ പ്രക്ഷോഭം മൂലം ഓടിപ്പോയതാണ്. പിന്നെ നിരവധി വീടുകൾക്ക് വിള്ളൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഇൻസ്പെക്ഷൻ ഇപ്പൊ നഗരസഭയുടെ ഭാഗത്തു നിന്നായാലും ജിയോളജിക്കൽ വകുപ്പിന്റെ ആയാലും പരിസ്ഥിതി വിഭാഗത്തിന്റെ ആയാലും എല്ലാവരും വന്ന് നോക്കിക്കഴിഞ്ഞു. ക്വാറിയുടെ പ്രവർത്തനത്തിന് നഗരസഭ അനുമതി നൽകിയിരുന്നില്ലെങ്കിലും പിന്നീട് ക്വാറി ഉടമകൾ സെക്രട്ടറിയെ പ്രതി ചേർത്ത് കോടതിയിൽ നിന്നാണ് പ്രവർത്തനാനുമതി വാങ്ങിയെടുത്തത്. ക്വാറിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കണയം പ്രദേശവാസികൾ ക്വാറി വിരുദ്ധ ജനകീയ സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. ജനം, പാലക്കാട്.